നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ചാമക്കാല മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇന്ന് 22-ാം തീയതിയായി. ഇനി 23, 24, 25, 26, 27 5 ദിവസമുള്ളൂ നമ്മുടെ ലാലേട്ടൻ്റെ പുതിയ സിനിമ റിലീസാവാൻ, എമ്പുരാൻ. അപ്പോൾ എമ്പുരാനെ കുറിച്ച് വരുന്ന വാർത്തകളൊക്കെ ഒരുപാട് പോസിറ്റീവായ വാർത്തകളുണ്ട്, ഒരുപാട് നെഗറ്റീവായിട്ടുള്ള വാർത്തകളുണ്ട്. കോടികൾ ചെലവഴിച്ച് സിനിമ പിടിച്ച് അതൊന്ന് ഇറക്കാൻ പെടുന്നൊരു പാട് അത് ഭയങ്കരം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ആളുകളുടെ ശ്രമം, അതുപോലെ തന്നെ അതിന് വേറൊരു രീതിയിൽ വ്യാഖ്യാനിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അത് വേറെ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളോട് കൂടിയിട്ടാണ് എമ്പുരാൻ നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് 27-ാം തീയതി. ഇന്നിപ്പോൾ ടിക്കറ്റിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ ആരംഭിച്ച ബുക്കിംഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആപ്പ് ജാമായിപ്പോയി എന്നാണ് പറയണത്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആ സിനിമയ്ക്ക് വേണ്ടി ടിക്കറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് തൃശ്ശൂർ രാഗത്തിലൊക്കെ പോയിട്ട് എവിടെ നിന്നും കിട്ടാനൊരു ചാൻസ് ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ ആകെ പരക്കം പാഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നു എമ്പുരാൻ്റെ ടിക്കറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് തൃശ്ശൂർ രാഗത്തിൽ അടി ബഹളം ഇതൊക്കെ ഉണ്ടായിന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ കേരളത്തിൽ ഒരു സ്ഥലത്തും ടിക്കറ്റ് കിട്ടാനില്ല എന്ന് പറയുമ്പോൾ ആ പടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നമ്മൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. എന്തായാലും നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി പഴയതിലും ഭയങ്കര ഇതായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ 2 പേരിലാണല്ലോ ലാലേട്ടൻ എന്ന സിനിമയിൽ അറിയപ്പെട്ടിരുന്നത്. ഇതിനകത്തൊരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആർക്കും ഇതിൻ്റെ കഥ എന്താണെന്ന് അറിയില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരു നടന്മാർക്കും അറിയില്ല ഇതിൻ്റെ കഥ എന്താണെന്നുള്ളത്. അവരവർ പോയി അവരവരുടെ ഭാഗം അഭിനയിച്ചു പൂർത്തിയാക്കി പോന്നതല്ലാതെ ഇതിൻ്റെ ഫുൾ സ്റ്റോറി അറിയാവുന്ന ആകെ 3 പേരുള്ളൂ എന്നാണ് ഇതിനെപ്പറ്റി വരുന്ന ന്യൂസ്. ഒന്ന് ലാലേട്ടനും പൃഥ്വിരാജിനും ആന്റണി പെരുമ്പാവൂർ. ഇവർ 3 പേർക്കല്ലാതെ ഈ കഥ, പിന്നെ 4 പേര്, മുരളി ഗോപി, ഇത് എഴുതിയ ആൾക്കറിയുമല്ലോ. ഇവർ 4 പേർക്കല്ലാതെ ഈ കഥനെ കുറിച്ച് ആർക്കും ഒരു ഐഡിയ ഇല്ല. ഇതിൽ അഭിനയിച്ചവർക്കും ഒരു ഐഡിയ ഇല്ല. അതാണ് പൃഥ്വിരാജ് എന്ന സംവിധായകൻ്റെ ഒരു കഴിവ്. കാരണം ഇനിയിപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, പതിപ്പൊക്കെ ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റൊക്കെ ഇറങ്ങും. അതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റേതായ പ്രശ്നങ്ങൾ പുറകിൽ കൂടെ വരും. അപ്പോൾ ആരും ഇപ്പം മൊബൈലൊക്കെ ആയിട്ട് തിയേറ്ററിൽ കയറിയിട്ട് അതൊക്കെ റെക്കോർഡ് ചെയ്ത് പിന്നെ ക്യാമറ പ്രിൻ്റൊക്കെ ആയിട്ട് ഇറക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ അതൊക്കെ വേറെ അനുഭവിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇത്രയും കോടികൾ മുടക്കിയിട്ട് ഇങ്ങനൊരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതൊക്കെ തീർക്കാൻ ആന്റണി പെരുമ്പാവൂരിന് വളരെ നിസ്സാരമായിട്ട് കഴിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് 27-ാം തീയതി ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നറിയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിജയുടെ സിനിമ, അതുപോലെ കുറേ വലിയ ബ്രഹ്മാണ്ഡ പടങ്ങളിനെയൊക്കെ കവച്ചു വെച്ചുകൊണ്ടാണ് ഈ സിനിമ വരുന്നതെന്നാണ് ന്യൂസുകളിലൊക്കെ കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ടിരിക്കുകയാണ് ഈ സിനിമ കാണാനായിട്ട്. ഇതിനകത്ത് മമ്മൂട്ടി ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ ആരൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുക എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പം എന്തായാലും ഈ സിനിമ കണ്ടാൽ മാത്രമേ ഇതിൻ്റെ കഥ എന്തായാലും മുരളി ഗോപിയാണ് എഴുതിയിട്ടുള്ളത്. അപ്പം അതിൻ്റേതായ ഒരു ഗാംഭീര്യം ആ സിനിമയ്ക്ക് എന്തായാലും ഉണ്ടാകും. അതിന് ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളിലാണ് എല്ലാവർക്കും ഇപ്പോൾ എന്താ പറയുക, എല്ലാവരും ഇങ്ങനെ ആശിപ്പിച്ച് കൊതിപ്പിച്ചിരുത്തുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ. കാരണം എന്താ വെച്ചാൽ, സർപ്രൈസ് ഇതിൽ ആരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ആൾക്കാർക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാരെന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യർ, അതുപോലെ ടൊവിനോ തോമസ്, ലാലേട്ടൻ, ഇങ്ങനെ കുറച്ച് ആൾക്കാരെ മാത്രമേ എല്ലാവർക്കും, ഇവരൊക്കെ ഈ സിനിമയിൽ ഉണ്ടെന്നുള്ളത് മാത്രമേ അറിയുന്നുള്ളൂ. പക്ഷെ അതല്ലാതെ ഒരുപാട് താരങ്ങൾ വേറെ വഴിക്ക് ഇതിനകത്ത് ഉണ്ട്.
അത് ആരൊക്കെയാണെന്ന് ഉള്ള ഒരു സർപ്രൈസാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ കൂടുതലും ആളുകൾ ഈ സിനിമ കാണാനായിട്ട് കാത്തിരിക്കുന്നത്. മലയാള സിനിമയിൽ ഇന്നേ വരെ ഇതേപോലെ സർപ്രൈസ് ആയിട്ടൊരു പടം ഇറങ്ങിയിട്ടുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ന്യൂസ് പുറത്തു വരുന്നതാണ്. പക്ഷെ ഇത് പൃഥ്വിരാജ് അത്രയ്ക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഇതേപോലെ ഇങ്ങനൊരു പടം ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ് മലയാള സിനിമയിൽ. ഇതുവരെ വേറൊരു പടം ഇറങ്ങിയതായിട്ട് എൻ്റെ അറിവില്ല. അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം അത്. പക്ഷെ ഞങ്ങൾക്കൊന്നും ഗൾഫിൽ നിൽക്കുന്നവർക്കൊന്നും ഇത് പെട്ടെന്നൊന്നും കാണാനൊരു അവസരമില്ല. കാരണം എന്താ വെച്ചാൽ ഗൾഫിലും എല്ലായിടത്തും ഒരേ സമയത്താണ് ഇത് റിലീസ് ചെയ്യണത്. പക്ഷേ എങ്കിലും കൂടിയിട്ട് നമുക്ക് ഇവിടുന്ന് പോയി കാണാനും അതുപോലെ ഇതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു ഇത്ര ദൂരപരിധി നമുക്ക് അനുവദിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് നാട്ടിലുള്ളവരൊക്കെ കണ്ട് ഇതിൻ്റെ അഭിപ്രായമൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങളൊക്കെ കാണുള്ളൂ. എന്നാലും ഇവിടെ പോകാൻ പറ്റുന്നവരൊക്കെ എന്തായാലും പോയി കാണാതിരിക്കില്ല. അപ്പൊ ടിക്കറ്റ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ആദ്യമൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടാവും ചിലപ്പോൾ. അത് കഴിയുമ്പോഴേക്കൊക്കെ ശരിയാവുമായിരിക്കില്ലേ. അപ്പം എന്തായാലും എമ്പുരാൻ വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. ലാലേട്ടൻ്റെ കട്ടൗട്ടറൊക്കെ തൃശ്ശൂർ ഭാഗത്തൊക്കെ, തൃശ്ശൂർ രാഗത്തിൻ്റെ മുന്നിലൊക്കെ ഉയർന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ എറണാകുളത്തും ഇതൊക്കെ ഉണ്ടാവും, തിരുവനന്തപുരത്തായാലും എല്ലായിടത്തും ഇതേപോലുള്ള കട്ടൗട്ടറുകളൊക്കെ എന്തായാലും പൊന്തും. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് കുറച്ച് ദിവസം ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കേട്ട് ഇങ്ങനെ പോവാം. അതായിരിക്കും. അതിനിടയിൽ മമ്മൂട്ടി ഇപ്പോൾ ഹോസ്പിറ്റലിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ആളും സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ലാലേട്ടൻ്റെ ഈ സിനിമയ്ക്കും അതുപോലെ മമ്മൂക്കയുടെ പുതിയ ബസൂക്ക, അതിനും എല്ലാവിധ ആശംസകളും നേരുകയാണ്. രണ്ടുപേരുടെ പടവും വമ്പൻ ഹിറ്റാവട്ടെ. അതുപോലെ ഇനി ഇറങ്ങാനിരിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്, കൊച്ചു കൊച്ചു സിനിമകൾ. അവർക്കും പ്രത്യേകം ആശംസകൾ. പിന്നെ ഈ സിനിമയ്ക്കുള്ളിലുള്ള ഈ ചേരിതിരിവ് അത് അങ്ങനെ നടക്കുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ. അതങ്ങനെ നടക്കട്ടെ. അത് ഒരാൾ നന്നാവുന്നത് മറ്റാൾക്ക് കണ്ടുകൂടാ എന്ന് പറഞ്ഞ പോലെ അതൊരു സൈഡിൽ കൂടെ അങ്ങനെ പോകും. അതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് ആന്റണി പെരുമ്പാവൂരും ലാലേട്ടനും ഈ സിനിമ ഇറക്കുന്നത്. 27-ാം തീയതി ഇറങ്ങാൻ പോകുന്ന ഈ എമ്പുരാന് കേരളത്തിലും വേൾഡ് മൊത്തം വൻ വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ മമ്മൂക്കയുടെ പുതിയ പടം ഇറങ്ങണത് ബസൂക്ക, അതിനും വൻ വിജയം ഉണ്ടാവട്ടെ. രണ്ടുപേരും നമ്മുടെ എന്താ പറയുക, ഒരു സ്വകാര്യ അഹങ്കാരമായതുകൊണ്ട് രണ്ടുപേർക്കും നല്ല സിനിമകളും കിട്ടട്ടെ ഇനിയും എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമ്മുടെ എമ്പുരാൻ്റെ വിശേഷങ്ങൾ നമ്മൾ അറിയുന്നതനുസരിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.